ഇന്ന് ആ ഒരു ആത്മിക ദൂത ഞാൻ കൈമാറുന്ന. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുകൊണ്ടിരിക്കുമ്പോൾ പിശാച് പലതും കൊണ്ടുവരും. ഹല്ലേലൂയ. അത് ഫോണായിരിക്കും, അത് ചിന്തയായിരിക്കും, പല കാര്യങ്ങളുള്ള വിഷമമായിരിക്കും കൊണ്ടുവരുന്നത്. പക്ഷേ വചനം പറയുന്നു, യേശു കർത്താവിനെ അവൻ പ്രാർത്ഥിച്ചു, അതിനെ അവസാനിപ്പിച്ചു. ഈ പദം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവത്തോട് ഒരു ബന്ധം സ്ഥാപിക്കുവാൻ, കർത്താവ് ഇതിന്റെ ഇടയ്ക്ക് ഏത് പോരാട്ടം വന്നാലും അതിനെ ജയിക്കുവാനുള്ള ദൈവകൃപ എന്റെ മേലൊന്ന് പകരണമേ. കർത്താവേ, അവൻ എല്ലാത്തിനും പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ കർത്താവേ, എന്റെ കാലുകളെ കർത്താവ് അങ്ങ് കർത്താവെ ബലപ്പെടുത്തണമേ. കർത്താവേ, എന്റെ മുഴുകാലുകളെ ഒന്ന് ബലപ്പെടുത്തണമേ. കർത്താവേ, ഈ പ്രാർത്ഥിക്കുവാനുള്ള ബലം എന്റെ മേലൊന്ന് പകരണമേ. നമ്മൾ ചിന്തിക്കും, കർത്താവേ, എല്ലാ വഴികളും എന്റെ മേൽ അവസാനിച്ചു, എല്ലാ വഴികളും കർത്താവ് അസ്തമിച്ചു. പക്ഷെ ദൈവം പറയുന്നു, എല്ലാ വഴികളും അസ്തമിച്ചിട്ടില്ല. എല്ലാ വഴികളും ദൈവം എനിക്ക് വേണ്ടി അവൻ അടഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ദൈവം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ പറയുന്നു, നീ ഏകനാണെങ്കിലും, ഹല്ലേലൂയ, നീ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ അത് അതിശ്രേഷ്ഠമായി.